ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വെൽക്കം ടു പൻവേൽ. അപ്പോൾ ലാസ്റ്റ് വ്ളോഗ് കാണാത്തവരൊന്ന് പോയി കണ്ടിട്ട് ഈ വ്ളോഗ് കാണാനായിരിക്കും കുറച്ചും കൂടെ അത്. നമ്മൾ പൻവേലിലെത്തി. നമ്മൾ താമസിക്കുന്ന പൻവേൽ പാലസിലെ റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഈവനിങ് ആണ്. അപ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വെച്ചപ്പോൾ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാട്ടോ പോയത്. നല്ല നീറ്റുള്ള ഹോട്ടലായിരുന്നു. അവിടെ ഇഡ്ഡലിയും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ആകെ ടയേർഡായതുകൊണ്ട് ഫുഡ് വന്നപ്പോൾ ഫുഡിൻ്റെ ഫോട്ടോസും വീഡിയോസും എടുക്കാനെല്ലാം മറന്നുപോയി കേട്ടോ. അങ്ങനെ റൂമിൽ പോയി ഒന്ന് ഫ്രഷായ റൂമിൻ്റെ ഫോട്ടോയും ഈ പ്രാവശ്യം അത് തന്നെ റൂംസിൻ്റെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുത്തില്ല കേട്ടോ. അത്രയും ടയേർഡായിട്ടായിരുന്നു പോയത്. പിന്നെ സെയിമും നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വിട്ടുപോയി കേട്ടോ. ഈ ഒരു ട്രിപ്പിൽ കുറേ കാര്യങ്ങളങ്ങനെ സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ട് മുമ്പിൽ കാണുന്നൊരു ഷോപ്പിംഗ് മോളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. വേറെ ഒന്ന് കറങ്ങാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇനി എനിക്ക് ടൈം കുറേ ഉണ്ട്. അപ്പോൾ അടുത്ത ഷോപ്പിംഗ് മോളിൽ പോവുകയാണ്. അത്യാവശ്യം നല്ല ക്രൗഡൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ 8th ആനിവേഴ്സറി നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളാണ്. സാധാരണ ഒരു ചെറിയ ഷോപ്പിംഗ് മോളാണ്. സൈഡിൽ അമൂലിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് രാജ്ഭോഗ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലേവർ ഐസ്ക്രീമാണ് വാങ്ങിച്ചത്. ഒരെണ്ണം വാങ്ങിച്ചുള്ളൂ കേട്ടോ. അത് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് PVR പോയിട്ട് മലയാളം ഫിലിം വല്ലതും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഏതൊരു സിനിമ ഉണ്ടായിരുന്നു കേട്ടോ. ടൈമിംഗ് വേറെയാണ്, അതുകൊണ്ട് അധികം അവിടെ നിന്നില്ല. പിന്നെ ജസ്റ്റ് ഇറങ്ങി നടക്കുന്നു. അപ്പോൾ ഇത് ഫുള്ള് നല്ലൊരു ഹൈവേ ആണ് കേട്ടോ. നൈറ്റ് വൈബൊക്കെ കാണാൻ നല്ല രസമാണ്. കുറേ ലൈറ്റും ഒരു കളർഫുള്ളായിട്ടുള്ള റോഡും പെയിൻറ്റ്സും അതേപോലെ തന്നെ കുറേ ഷോപ്സും കുറേ ഐസ്ക്രീം ഷോപ്സും ഒക്കെ നാച്ചുറൽസൊക്കെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ കുറേ ബർഗർ ഷോപ്പും ഫലൂഡാസ് അങ്ങനത്തെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ച് നടക്കുകയാണ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത പൻവേൽ പാലസ് ഹോട്ടൽ കേട്ടോ. അത്യാവശ്യം നല്ല റൂംസൊക്കെ ആയിരുന്നു. ഞാൻ ഫോട്ടോസ് വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള വേറൊരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. ഇവിടെ നമ്മൾ കേൾക്കാത്ത കുറേ ടൈപ്പ് ബിരിയാണീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്തത് കാശ്മീരി ദം ബിരിയാണിയും അതേപോലെ തന്നെ ഇലാഹി ദം ബിരിയാണി എന്ന് പറഞ്ഞ ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ ഇതാണ് കാശ്മീരി ദം ബിരിയാണി. ഇതാണ് എനിക്കിഷ്ടപ്പെട്ടത്. എനിക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, അതേപോലെ തന്നെയാണ് ടേസ്റ്റും. ഒരു തന്തൂരി ബിരിയാണിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ്. ഇതാണ് ഇലാഹി ബിരിയാണി. ഇലാഹി ബിരിയാണിയിൽ ഫ്ലേവർ ഉണ്ട്, ബട്ട് ഒരു ഗ്രീൻ കളർ ബിരിയാണിയാണ് കേട്ടോ. രണ്ടും ഡിഫറെൻ്റ് ആയിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു മോർണിംഗ് വാക്കിന് പോയി. കുട്ടികളൊക്കെ റൂമിൽ കിടത്തിയിട്ട് ഇത് നമ്മളെവിടെ പോയാലും ഉള്ള സ്ഥിരം പരിപാടിയാണല്ലോ, ചായ കുടിക്കാൻ വേണ്ടി പുറത്തിറങ്ങുക. അതേപോലത്തെ അവിടുത്തെ കാഴ്ചകളൊക്കെ കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് രാവിലെ 7 മണിക്കാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. ഇതേപോലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ സ്പോട്ടൊക്കെ. ഞങ്ങൾ കൂടുതൽ കുറച്ച് ഫുഡൊക്കെ കൺട്രോൾ ചെയ്തിട്ടാണ് കേട്ടോ ഈ പ്രാവശ്യം വ്ളോഗ് ചെയ്യുന്നത്. അധികം വലിച്ചു വാരിയൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല. ഇത് നമ്മൾ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ബൺ മസ്കയാണ് കേട്ടോ. രാവിലെ തന്നെ ഞങ്ങൾ പോയി ബൺ മസ്ക കഴിച്ചു. ഒരു രക്ഷയില്ല ഇവിടുത്തെ ബണ്ണിൻ്റെ സോഫ്റ്റ്നെസ്സും അതേപോലെ തന്നെ മസ്ക എന്ന് പറഞ്ഞാൽ അതിൽ നിറച്ചും ബട്ടറും കൂടെ തേച്ചത് കേട്ടോ. അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ കിഡിലൊരു ചായ കേട്ടോ. കൊൽക്കട്ടയിൽ പോയതിന് ശേഷം ഇത്ര നല്ല ചായ പിന്നെ ഇപ്പോഴാണ് കേട്ടോ കുടിക്കുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വേറെ ഹോട്ടലൊന്നും നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ തൊട്ടടുത്തൊരു ചെറിയ ഒരു ഇഡ്ഡലിയുടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നോക്കിയപ്പോൾ കുറേ വെറൈറ്റി ഓഫ് ഇഡ്ഡലി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാർസൽ വാങ്ങിച്ച് റൂമിൽ പോയിട്ടാണ് കേട്ടോ കഴിച്ചത്.
അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് റെഡി ആയിട്ട് അതെ ഇപ്പോൾ ഒരു 10 മണിയായിട്ടുണ്ട്. ക്യാബ് വന്നിട്ടുണ്ട്. ഈ ക്യാബിലാണ് നമ്മൾ മുംബൈയിലോട്ട് പോകുന്നത്. ഹസ്ബൻഡിൻ്റെ കസിൻ ഇവിടെ പൻവേലിൽ സെറ്റിൽഡാന്ന് പറഞ്ഞല്ലോ, അവർ അറേഞ്ച് ചെയ്യുന്ന തന്നേക്കുന്ന ക്യാബാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി പോകുന്നത് മുംബൈയിലോട്ടാണ്. മുംബൈയിലത്തെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. സെയിം ഇപ്പോൾ എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവന് എന്തോ ഒരു വയ്യായിക ഉണ്ട്, എനിക്കൊന്ന് പല്ല് വന്ന ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സയാൻ പിന്നെ ഫുള്ള് സെറ്റാണ്, എല്ലാ കാര്യങ്ങളും നോക്കി ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാബ് എടുത്തേക്കുന്നത് 12 hours 10 to 10 നൈറ്റ് 10 വരെയാണ്. ഏകദേശം ഒരു 4000 rupees അടുത്തായി. പക്ഷേ എന്നാലും ഒരുവിധം എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിഞ്ഞു. നമ്മളെവിടെ പോയാലും ലോക്കലായിട്ടുള്ള ഇങ്ങനത്തെ ഫെസിലിറ്റീസൊക്കെ യൂസ് ചെയ്യുക ക്യാബ് എടുത്തിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഹിൽ ഏരിയയിലൊക്കെ പോകുമ്പോൾ ട്രക്കിങ് എടുക്കുമ്പോൾ ജീപ്പ് എടുത്തിട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫുൾ സൈറ്റ് സീയിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മൾ അറിയാത്ത സ്ഥലത്ത് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ അങ്ങനത്തെ ഒരു ഇതെടുത്ത് പോകുന്നതായിരിക്കും നല്ലത്. നമ്മളങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി നല്ല രസമാണ് കേട്ടോ. കുറേ വലിയ വലിയ ബിൽഡിങ്, ഇതൊക്കെ എനിക്ക് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൊൽക്കത്തയിൽ പോയിട്ടാണെങ്കിലും ഇത്രയും വലിയ ബിൽഡിങ്സ് ഒന്നും അധികം കണ്ടിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ ഒരു സൈഡ് ബിൽഡിംഗ് ആണെങ്കിൽ ഒരു കുറേ സ്ലംസ് ആണ് കേട്ടോ. സ്ലംസ് ഏരിയയിലൊന്നും നമ്മൾ അധികം പോയില്ല. ഇത് പോകുന്നത് ഹൈവേയിലാണ്. അപ്പോൾ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പോകുന്ന വഴി ഇത് ഹയാത്താണ് കേട്ടോ, നമ്മുടെ ഗ്രാൻഡ് ഹയാത്താണ്. അങ്ങനെ കുറേ ബിൽഡിങ്സ് ഉണ്ട് കേട്ടോ. കമ്പനീസ് ആണെങ്കിലും IT സെക്ഷൻസ് ആണെങ്കിലും ഒരുപാട് ബിൽഡിങ്സ് കാണാൻ കഴിഞ്ഞു. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അത്ര വലിയ ബിൽഡിംഗ് ആണ് കേട്ടോ ഇത്. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Turn this room, turn it to an ocean. Let me float around. അപ്പോൾ നമ്മൾ പോകുന്ന വഴി കുറേ സെലിബ്രിറ്റീസിൻ്റെ വീടൊക്കെ കണ്ടിട്ടു. ഇത് നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ ബംഗ്ലാവ് ആണ് കേട്ടോ. ജൽസ എന്നാണ് പേര്. ഇതാണ് അമിതാഭ് ബച്ചൻ്റെ ബംഗ്ലാവ്. അപ്പോൾ നമ്മൾ സ്ലോ ചെയ്തിട്ട് പതുക്കെ വീഡിയോ എടുത്തതാണ്. ഇതുകൂടാതെ നമ്മൾ സൽമാൻ ഖാൻ്റെ വീട് കണ്ടു. അതേപോലെ തന്നെ കുറച്ച് സിംഗേഴ്സിൻ്റെ ലതാ മങ്കേഷ്കറിൻ്റെ ഫ്ലാറ്റ് കണ്ടു. അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത് ജുഹു ബീച്ചിലോട്ടാണ് കേട്ടോ. ഇത് വലിയൊരു ബീച്ചാണ് കേട്ടോ, നല്ല രസമാണ്. ഇപ്പോൾ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഏകദേശം എത്തി കേട്ടോ. നല്ല രസമാണ് കേട്ടോ. പക്ഷെ നല്ല വെയിലായിപ്പോയി, അതാണ് മാത്രമാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോഴറിയുന്നത് ഇതിൻ്റെ ചൂട് ഭയങ്കര ചൂടായിരുന്നു. കാറ് AC-യിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ശരിക്കും അറിഞ്ഞു കേട്ടോ, അവിടുത്തെ ചൂട് ഭയങ്കര ചൂടായിരുന്നു. പിന്നെ ഈ ജുഹു ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് ഫ്ലൈയിങ് ക്ലബ്ബ്, അതായത് ഈ പൈലറ്റ് ആവാൻ പഠിക്കുന്ന ഒരു അക്കാഡമിയൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ബീച്ചിൻ്റെ മുകളിൽ കൂടെ എപ്പോഴും ഹെലികോപ്റ്ററൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. കുറേ കണ്ടു. പിന്നെ ഇവിടെ കുറേ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ട്, കുറേ ഷോപ്സ് ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. നട്ടുച്ച വെയിലാണെങ്കിലും ആൾക്കാർ ബീച്ചിലുണ്ട്. അത്യാവശ്യം കുറേ ടൂറിസ്റ്റ് വരുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. നമ്മൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ. വെയിൽ സഹിക്കാൻ പറ്റിയില്ല, മോനെ കൊണ്ടല്ലേ. പിന്നെ അതേപോലെ തന്നെ അവിടെ കുറേ ഫുഡ് സ്റ്റോളൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ നമ്മൾ പോകുന്നത് ആ ഫുഡ് സ്റ്റോളിലേക്കാണ്. അപ്പോൾ ഫുഡ് സ്റ്റോളിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഗോള, ഐസ് ഗോള ഉണ്ട്. അതേപോലെ തന്നെ മിൽക്ക് മെയ്ഡിൻ്റെ മലായി ഗോള. അപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഞാൻ ഇതുവരെ അത് ടേസ്റ്റ് ചെയ്തിട്ടില്ല. സാധാരണ ഐസ് ഗോളൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ മലായി ഗോള ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ കുറേ ഒരു ഐസിൻ്റെ ക്യൂബ്സ് അങ്ങോട്ട് അവർ ഒരു മെഷീനിൽ വെച്ചിട്ടത് പൊടിച്ച് കഴിഞ്ഞിട്ട് അതൊരു വലിയൊരു ബോൾ പോലെ ആക്കും കേട്ടോ. എന്നിട്ട് ആ ക്രഷ് ചെയ്ത് ഐസിൽ കുറേ സിറപ്പൊക്കെ ഒഴിച്ചിട്ട്, ഇപ്പം ഞാൻ ബ്ലാക്ക് കറണ്ടിൻ്റെ ഫ്ലേവറാണ് കേട്ടോ എടുത്തത്. സിറപ്പ് ഒഴിച്ചിട്ട് ലാസ്റ്റ് അവർ ഒരുപാട് കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്തു കേട്ടോ. അങ്ങനെ എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ക്രഞ്ചി ആയിട്ടുള്ള ബോൾസൊക്കെ ഇടും കേട്ടോ. ഇതാണ് സംഭവം. കാണാനൊക്കെ നല്ല ലുക്കാണ് കേട്ടോ, പക്ഷേ കഴിക്കാൻ പറ്റില്ല, ഭയങ്കര ഐസായിരുന്നു കേട്ടോ. ആ ടേസ്റ്റ് കൊള്ളാം. വെറുതെ ആ ലിക്വിഡ് മാത്രം കുടിക്കാനാണെങ്കിൽ ഓക്കെ. ഒരു ഇതിന് 170 rupees കേട്ടോ. അത് കഴിഞ്ഞ്
നമ്മൾ നേരെ പോയത് പാവ് ഭാജി കഴിക്കാനാട്ടോ. ഒരുപാട് സ്റ്റോളുണ്ട് കേട്ടോ ഇപ്പോൾ പാവ് ഭാജിയുടെ. കണ്ടിട്ട് കുറച്ച് വൃത്തിയായിട്ടുള്ളത് ഇത് മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രഷായിട്ട് പാവ് ഇവിടെ സെറ്റ് ചെയ്ത് തരികയാണ്. അത്യാവശ്യം നല്ല ബട്ടറൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ കണ്ടാലോ. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Say what you wanna say to me now. I wanna wake up with you. അപ്പോൾ അതാ നമ്മുടെ പാവ് ഭാജി വന്നിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല. മസ്റ്റ് ട്രൈ ആണ്. മുംബൈയിൽ വന്നാൽ എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കഴിഞ്ഞിട്ട് നേരെ വേറെ ഒരു സ്ഥലത്തോട്ട് പോകുന്ന വഴിയാണ് ജൂഹു ബീച്ചിൻ്റെ ഫ്രണ്ടിലുള്ള വഴിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള മഹാരാജ വ്ളോഗിൻ്റെ താലി മീൽസ് കഴിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു താലി മീല് ഒരു 5-6 പേർക്ക് കഴിക്കാം കേട്ടോ. അതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം ഒരു 1700 ആണ്. പക്ഷെ നമ്മൾ ആകെ 3 പേര് പോയിട്ട് അത് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തു. ഞാൻ ഒരുപാട് വ്ളോഗ് കണ്ടിട്ടുണ്ട്, ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ പോയി കഴിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ തുടങ്ങി എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഒരു 5 പേരാണെങ്കിൽ പോയി കഴിക്കുന്നതിന് വേർത്താണ്, വേസ്റ്റായി പോകും. അതുകൊണ്ട് തന്നെയാണ് മെയിൻലി പോവാത്തത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവരൊക്കെ പറഞ്ഞു ഷോർട്ട് വീഡിയോ ഇടണ്ട, ഇനി ലോങ് വീഡിയോ ഇട്ടാൽ മതി, എന്നാലാണ് അത് കാണാൻ്റെ ഫീല് കിട്ടുമെന്ന് ചോദിച്ചാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒറ്റ വീഡിയോ ആയിട്ട് ഇടുന്നത് കേട്ടോ. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും ഒട്ടും ടൈമില്ല, അതുകൊണ്ടാണ് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലോട്ട് വന്നേക്കാണ്. ഈ ഒരു സ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടൊരു സ്പോട്ടാട്ടോ. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ. ഇത് ഫോട്ടോക്കൊക്കെ പറ്റിയതാണ്, അതേപോലെ നല്ല വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയതാണ് കേട്ടോ ഈ ഒരു സ്പോട്ട്. ഒരു സൈഡ് ഫുള്ള് നമുക്ക് കാണുന്ന വലിയ വലിയ ബിൽഡിങ്സാണ് കേട്ടോ. നമ്മൾ നല്ല വെയിലായതുകൊണ്ട് നല്ല ചൂടും ഉണ്ട് കേട്ടോ, നിൽക്കാൻ തന്നെ വയ്യ. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing fake to me now. I wanna wake up with you in the morning. Say what you wanna say to me now. I wanna wake up with you in the morning. Show me there's nothing. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സീലിംഗ് ബ്രിഡ്ജിലാണ്. ബന്ദ്രാവോലി സീലിംഗ് ബീച്ചാണ്. അടിപൊളിയാട്ടോ. ഈ ഒരു ഇതിൽ കൂടെ ഇങ്ങനെ പോയി കാണാൻ ഒരു വേറെ എവിടെയോ പോയൊരു ഫീലാണ് കേട്ടോ. ഒരു ബോളിവുഡ് ഫിലിമിലൊക്കെ കാണുന്ന പോലെയാണ്. അത്ര സൂപ്പറാണ് കേട്ടോ. പോകുന്നത് ഹാജി അലി ദർഗയുടെ തൊട്ടടുത്തുള്ള ഹാജി അലി ജ്യൂസ് സെൻറ്ററിലാണ് കേട്ടോ. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ജ്യൂസ് ഷോപ്പാണ്. 1970 കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു ഷോപ്പിൻ്റെ ബ്രാഞ്ച് എറണാകുളത്തുണ്ട്. അപ്പോൾ എല്ലാം നല്ല പ്യുവർ ആൻഡ് ഹൈ ക്വാളിറ്റി സംഭവങ്ങളാണ് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് വാങ്ങിച്ചത് മൾബറി ക്രീമാണ് കേട്ടോ. മൾബറിയും ക്രീമും മാത്രം. ക്രീമാണെന്ന് വെച്ചാലും ലൈറ്റ് ആൻഡ് മൈൽഡ് ആയിട്ടുള്ള സ്വീറ്റേ ഉള്ളൂ. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. 330 റുപ്പീസാണ് ഈ ഒരു മൾബറി ക്രീമിന്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് റൂ ഹഫ്സാണ് കേട്ടോ. റൂ ഹഫ്സൻ നല്ലതായിരുന്നു. റോസ് ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് റൂ ഹഫ്സൻ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ കണ്ട കാഴ്ച മുകേഷ് അംബാനിയുടെ വീടാണ് കേട്ടോ. ഏകദേശം 27 ഫ്ലോർസ് ഉള്ളൊരു വീടാണ്. അടിപൊളിയാട്ടോ. ഇവിടുത്തെ ഏറ്റവും ടോപ്പ് വീടാണ്. ഈ ഒരു സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ അത്ര പോഷ് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ റോട്ടിൽ നിന്ന് ഒരു സൈഡ് കണ്ടു. ഇത് വീടിൻ്റെ ഫ്രണ്ടിലാട്ടോ. നിറച്ചും എസ്കോട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനിവിടെ നിന്ന് വീഡിയോ എടുത്തപ്പോൾ അവിടെ പോലീസുകാരൊക്കെ
ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അത് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ഏരിയ ആണിത്. അപ്പോൾ ഇതാണ് കേട്ടോ ആ വീട്. ഈ വീടിൻ്റെ ഫ്രണ്ട് കാണിച്ചു തരാം. ഒരുപാട് പോലീസുകാർ നിൽക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സെക്യൂരിറ്റി ആയിട്ടുള്ള വീടാണ്. ഇതാണ് അവരുടെ വീട്. എന്താ പറയുക, ഒരു ഫ്ലാറ്റാണോ എന്ന് വെച്ചാൽ അല്ല, ഇത് ശരിക്കും ഫുള്ളായിട്ടുള്ളൊരു വീടാണ്. നെക്സ്റ്റ് പോയത് ഒരു ഹാങ്ങിങ് പാർക്കിലാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ഗാർഡനാണ്. ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നിയില്ല. കുറേ പ്ലാന്റ്സും നമുക്ക് വൈകിട്ടൊക്കെ വന്ന് കുറച്ച് നേരം ഇരിക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ്. അങ്ങനെ അവിടെ അധികം കാണാനില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ അത് ഇതേപോലത്തെ ചെറിയ ചെറിയ ഷോപ്സൊക്കെ ഉണ്ട്. കോട്ടൺ ക്യാൻഡി, അതേപോലെ തന്നെ പേരയ്ക്കൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ മുറിച്ചിട്ടൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഗാർഡൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ളൊരു പ്ലേസാണ്. ഈ ഒരു പ്ലേസാണ് എനിക്ക് ആ ഗാർഡനെ കാട്ടി ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഇവിടത്തെയൊക്കെ വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. എന്ത് രസമാണെന്ന് പറയാം. നമ്മൾ വേറെ എവിടെയോ പോയി നിൽക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ഇങ്ങനത്തെയൊക്കെ ഒരു സ്ഥലം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലമുണ്ട് കാണാൻ. അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലോട്ട് പോവാം. വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഒരു 3 ബൈനോക്കുലർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെയാണ് നമുക്ക് ആ ബീച്ചിലോട്ട് നോക്കുമ്പോൾ ഓരോരുത്തരെ നമുക്ക് സൂം ചെയ്ത് കാണാം. എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ. ആ ബീച്ചിൽ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഓരോരുത്തരും നമുക്ക് സൂം ചെയ്ത് കാണാം. പിന്നെ ഈ ഒരു വ്യൂവും ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഷാറുഖ് ഖാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഇവിടെ പോകുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ അത്ര പോഷ് ഏരിയ കേട്ടോ. ഓരോ വീടുകളും എല്ലാം സൂപ്പറാണ്. അപ്പോൾ അത് അതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷാറുഖ് ഖാൻ്റെ മന്നത്ത്. എനിക്കും ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ വരാൻ. ഒരുപാട് വ്ളോഗ്സിലൊക്കെ കണ്ടിട്ട് ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതാ ഇവിടുത്തെ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ തിരക്കുണ്ട് കേട്ടോ. ഇവിടെ അത്രയ്ക്ക് ആൾക്കാരാണ്. റോഡ് നിറച്ചും ഇവിടെ ഈ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തോ ഫാമിലി ഫങ്ഷൻസൊക്കെ നടക്കുന്നുണ്ട് വീട്ടിൽ. അപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് കാറ് വന്നിട്ട് ഗേറ്റ് തുറക്കും, പിന്നെ ക്ലോസ്ഡ് ആക്കും. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് വീടൊന്നും കാണാൻ പറ്റില്ല. എന്നാലും ആൾക്കാർ ഈ മന്നത്തിൻ്റെ ബോർഡിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ കേട്ടോ ഇവിടെ. അപ്പോൾ അതേപോലെ ഇവിടെ കുറേ സ്ട്രീറ്റ് വെൻഡേഴ്സൊക്കെ നിന്നിട്ട് കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. അത്ര ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ വീടിൻ്റെ ഇതൊന്നും കാണുന്നില്ല, ജസ്റ്റ് ഗേറ്റ് മാത്രം കാണുന്നത്. അപ്പോൾ ഞാൻ കാറിൽ വന്നുകൊണ്ട് നിന്നപ്പോൾ ഇതിൻ്റെ സൈഡ് കണ്ടിട്ടോ. അപ്പോൾ ഞാൻ നേരെ അവിടെ പോയി. ഇതാണ് ജസ്റ്റ് സൈഡിൽ ഒരു പോക്കറ്റ് റോഡ് പോലത്തെ റോഡാണ് കേട്ടോ. ഇവിടെ പാർക്കിംഗ് ഏരിയയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതാണ് വീട് കേട്ടോ. ഈ ഒരു സൈഡിൽ ആരും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് വീട് സൂം ചെയ്തിട്ട് എടുത്താണ് കേട്ടോ. ഇതാണ് ആക്ച്വലി വീട്. ഇതിൻ്റെ ബാക്കിൽ വരുന്ന ബിൽഡിംഗ് ഒരു ഹോട്ടലാണെന്നാണ് കേട്ടത്. അപ്പോൾ ഈ ഷാറുഖ് ഖാൻ ഈ ഒരു ടെറസിൽ നിന്നിട്ടാണ് ബർത്ത്ഡേയുടെ ഡേറ്റിനും പിന്നെ ഈദിൻ്റെ ടൈമിലും അവിടെ ആൾക്കാരെ ജസ്റ്റ് കാണുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ വീട്. ഈ ഒരു വീട് കാണാൻ വേണ്ടിയിട്ടാണ് ഇത്ര ആൾക്കാരൊക്കെ കൂടിയിട്ട് ആ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നത്. പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ആരും ഉണ്ടായില്ല. പക്ഷേ ഇനി വല്ല റെസ്ട്രിക്ഷൻ ഏരിയ ആണോ, ഇനി ഫോട്ടോ എടുക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇതാണ്, ഒന്നും പറയണ്ട. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ കൂടി. ഇവിടെ പെട്ടെന്ന് ഗേറ്റ് തുറക്കുന്നതും കണ്ടിട്ട് ആൾക്കാരൊക്കെ കൂടി കേട്ടോ. നോക്കുമ്പോൾ കാറിൻ്റെ ഉള്ളിൽ ആരാണ്? ഷാറുഖ് ഖാൻ. കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്തിട്ടോ കാറ്. അവിടെ ഏതൊരു ബസ് വരാൻ വേണ്ടിയിട്ടാണ്, ഫാമിലി ഫംഗ്ഷൻ നടക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം ഇവിടെ കാർ കിടക്കണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആൾക്കാരുടെ ഓരോ എക്സൈറ്റ്മെൻറ്റും മണവും ആൾക്കാർ ഒച്ചെടുക്കലും ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ കാണുമ്പോൾ. പക്ഷേ ആളെ കാണാൻ പറ്റിയില്ല.
ഇതേ ഒരു ഡ്രൈവറിൻ്റെ സീറ്റിൽ ഡ്രൈവർ ജസ്റ്റ് ഗ്ലാസ് ഓപ്പൺ ചെയ്തപ്പോൾ ഡ്രൈവറിനെ കണ്ടു, അല്ലാണ്ട് ഷാറുഖ് ഖാനെ ഒന്നും കണ്ടില്ല കേട്ടോ. ഫുള്ള് ഗ്ലാസ്സൊക്കെ ടിൻ്റടിച്ചിട്ടൊക്കെയാണ്. അങ്ങനെ അത് പോയി. ഇങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ അവിടെ നിന്ന് തൊട്ടടുത്ത് കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഒരു ഹോട്ടലിൽ പറയും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചിട്ട് ഒരു ഹോട്ടലിൽ പോയതാട്ടോ. അതും നല്ല രസമാണ് കേട്ടോ. ഹോട്ടൽ ജസ്റ്റ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ, അതിൻ്റെ ബാക്കിൽ വ്യൂ അടിപൊളിയാണ്. ഒരു സീ വ്യൂ ആണ് കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കാണാൻ. ഒരു സീ വ്യൂവിൽ ഇത് നമുക്ക് കഴിക്കാം. പക്ഷേ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. നമ്മൾ പോയപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. ഹോട്ടലിൽ പിന്നെ AC ഒന്നുമല്ല, ജസ്റ്റ് ഓപ്പൺ ആയിട്ടുള്ള ഹോട്ടലാണ്. പക്ഷേ ഒരു വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി, ലഞ്ച് കഴിക്കാൻ വേണ്ടി നോക്കിയതാട്ടോ. പക്ഷേ അധികം സാധനങ്ങളൊന്നുമില്ല അവിടെ. ഐറ്റംസൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസും ചില്ലി ഗോപിയുമാണ് കേട്ടോ ഓർഡർ ചെയ്തത്. വലിയ ടേസ്റ്റൊന്നും പറയാനില്ല. ഓക്കെ അത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് പോകുന്നത് കുറച്ച് ഷോപ്പിങ്ങിനാണ് കേട്ടോ. അത് ഷോപ്പിംഗ് സ്ട്രീറ്റിലൊക്കെ പോയിരുന്നു. പക്ഷേ ഞാനധികം വീഡിയോസൊന്നും അവിടെ നിന്നൊന്നും എടുത്തില്ല കേട്ടോ. ഷോപ്പിംഗ് സ്ട്രീറ്റിൽ മോന് ആ സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ല. അതേപോലെ അത്രയ്ക്ക് ഷോപ്പ് ചെയ്യാനും പറ്റിയില്ല. നമ്മൾ കുറേ ഷോപ്പ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ അവൻ്റെ ആ ഒരു മൂഡനുസരിച്ചിട്ട് ഒന്നും പറ്റിയില്ല കേട്ടോ. ഇങ്ങനെയാണ് കുട്ടികളുള്ളപ്പോൾ അധികം എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഇത് ഇവിടുത്തെ ഒരു ലോക്കൽ ആൾക്കാർ താമസിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു സൈഡ് നല്ല പോഷ് ഏരിയയാണ്, മറ്റൊരു സൈഡ് നോക്കുമ്പോൾ ഇതേപോലെ കുറേ സ്ലംസും അതേപോലെ ലോക്കലായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് നമ്മുടെ മുംബൈയിലുള്ള മറൈൻ ഡ്രൈവിലാണ് കേട്ടോ. നല്ല രസമാണ് മറൈൻ ഡ്രൈവ്. ഇവിടെ സൺസെറ്റിൻ്റെയൊക്കെ ടൈമായി കേട്ടോ. ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ വന്നത്. അപ്പോൾ ഞങ്ങളിത് സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. നമ്മൾ എൻ്റെ ഒരു മാമയും മോനും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അവർ വന്നിട്ടുണ്ട്. ട്രിപ്പായിട്ട് വന്നതാണ് കേട്ടോ, ബിസിനസ് ട്രിപ്പായിട്ട് വരുന്നതാണ്. അപ്പോൾ അവരെയും കൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു വണ്ടിയിൽ ഒരൊറ്റ റൗണ്ട് 500 റുപ്പീസ്. അങ്ങനെ നമുക്ക് ആ വണ്ടി കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഇലക്ട്രിക്കാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വണ്ടിയിൽ നമ്മൾ കയറിയിട്ട് ഫുള്ള് കാണുകയാണ് കേട്ടോ. വൺ സൈഡ് കണ്ടാണ്, പക്ഷേ അതിൽ ഓരോ ഓപ്പണായിട്ട് പോവാൻ നല്ല രസമല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ പോവാട്ടോ. അവരും കൂടെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവർ വന്നിട്ട് 2-3 ദിവസമായി. നമ്മൾ ആ ഒരു തലേദിവസം വന്നുള്ളൂ. അവർ നെക്സ്റ്റ് ഡേ പോവും. അപ്പോൾ അവരെയും കൂടെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. നല്ല രസമുണ്ടാവും. വൈകിട്ട് ആയതുകൊണ്ട് കുറച്ച് കാറ്റൊക്കെ ഉണ്ട്, അധികം വെയിലൊന്നുമില്ല. പിന്നെ എല്ലാം കാണാം. അത്യാവശ്യം നല്ല ക്രൗഡാട്ടോ ഇവിടെ. അതേപോലെ തന്നെ സെലിബ്രിറ്റീസൊക്കെ ഇവിടെ ജോഗിങ്ങിന് വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പോയ ആ ഒരു വണ്ടി. അത് ജസ്റ്റ് ഫോട്ടോ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഫോട്ടോ മാത്രം എടുത്തിട്ട് നല്ല രസമല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു രാത്രിയൊക്കെ ആകുമ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ അടിപൊളിയാകുമായിരുന്നു. പക്ഷേ നമ്മൾ പോയ ടൈമിലായിരുന്നു എല്ലാം കാണാനൊക്കെ പറ്റി. അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി ഞങ്ങളെല്ലാവരും കൂടെ നെക്സ്റ്റ് പോണത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു സ്ഥലം തന്നെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ ഇറങ്ങി കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ഒരു 8 മണി 9 മണി ടൈമാണ് കേട്ടോ. നല്ല രസമാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പിലാണ് താജ് ഹോട്ടൽ. അതൊന്നും പറയാണ്ടിരിക്കാൻ വയ്യ, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ പകൽ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു. ഇപ്പോൾ രാത്രിയായി, എന്നാലും തിരക്കിനൊന്നും ഒരു കുറവില്ല. ലൈറ്റും ഭയങ്കര ഭംഗിയെടുത്ത ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും റീൽസൊക്കെ എടുത്തു കേട്ടോ. ഭയങ്കര ഭംഗിയായിരുന്നു. അവിടെ പോയി നിന്ന് തന്നെ ആ ഒരു ഭംഗി ആസ്വദിക്കണം. അത്ര പറയാനുണ്ട് കേട്ടോ. ഒരുപാട് വീഡിയോസിലായാലും ഒരുപാട് ഹിസ്റ്ററി ഐക്കോണിക് പ്ലേസ് ആണല്ലോ. ആ ഒരു ആർക്കിടെക്ചർ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ നോക്കി നിന്ന് പോവും. അത്ര രസമാണ് കേട്ടോ ഈ ഒരു ഇത് കാണാൻ. പിന്നെ ആ ഒരു രാത്രിയുടെ ഒരു ഇതിൽ ആ ബ്ലൂ കളറ് ഇതും, പിന്നെ അതിൻ്റെ സൈഡിലൊരു അറേബ്യൻ സീ ഉണ്ട് കേട്ടോ. അതൊന്നും ശരിക്കും രാത്രി ആയതൊന്നും കാണാനില്ല. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ ഡേ ടൈം വന്നിരുന്നെങ്കിൽ ബോട്ടിങ്ങിന് പോകാനൊക്കെ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ നമ്മൾ എത്തിയപ്പോൾ ലേറ്റായിപ്പോയി. അപ്പോൾ ഈ ഒരു സ്ഥലം കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഡബിൾ ഡെക്കർ ബസ് പോകുന്നുണ്ട്. അങ്ങനെ കുറേയൊക്കെ പിന്നെ കുറേ റീൽസൊക്കെ എടുത്ത് ഒരു രസം തന്നെ കേട്ടോ. പോയി നിൽക്കുമ്പോൾ ഉള്ളൊരു ആ ഒരു വൈബ് വേറെ തന്നെയാണ്. പിന്നെ കുറേ ലൈറ്റ്സും. ഇവിടെ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഭംഗി ഇവിടുത്തെ ബിൽഡിങ്സ് തന്നെയാണ്.
അത്ര ടോളസ്റ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ് താജ് ഹോട്ടൽ തന്നെ കാണാം. എന്തൊരു ലക്ഷറിയസ് ആണെന്ന് അറിയാവോ. അതിന് ചുറ്റുമുള്ള എല്ലായിടത്തും ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ രാത്രി ഏകദേശം ഒരു 9:30 ആയിട്ടോ. ഭയങ്കരമായിട്ട് ടയേർഡായി എല്ലാവരും. അതേപോലെ തന്നെ ഫുഡ് സ്ട്രീറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചു. ഒന്നും നടന്നില്ല. അവിടെ എത്തുമ്പോൾ തന്നെ 1.5 മണിക്കൂറാകും. അത്രയ്ക്ക് ട്രാഫിക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ റൂമിലേക്ക് തന്നെ പോവാണ്. പോണ വഴിക്ക് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ മോനും നല്ല കരച്ചിലായിരുന്നു. ഇവിടെ നിന്ന് തന്നെ അവർ പോയി തിരിച്ച് അവരുടെ റൂമിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ യാത്ര ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് വരവ് ഇൻഷാ അള്ളാ വരണമെങ്കിൽ ഒന്നും കൂടെ കാണാം.